ഗൈസ്, മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ മറ്റേ മൈൻക്രാഫ്റ്റ് അല്ല, പഴയ മൈൻക്രാഫ്റ്റ് അല്ല, അത് ഡിലീറ്റായി പോയി. വേറെ ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഇന്നലെ കളിച്ച മൈൻക്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡും കൊണ്ടാണ് ഗൈസ് വന്നത്. പിന്നെ ഗൈസ്, ഞാൻ ഇവിടെ എഫ്കെക്ക് അത്യാവശ്യത്തിന് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, മെൻഡ് ചെയ്യാനും വേണ്ടി. പിന്നെ ഗൈസ്, ഞാൻ ഇവിടെ കുറേ പ്രോഗ്രസ് ചെയ്ത് തീർത്തിക്കണ്. 2 ദിവസം നല്ല പ്രോഗ്രസ്സിലേനി എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രോഗ്രസ് എന്ന് ചോദിച്ചതാക്കണം. കണ്ടോ, ഒരു ഇതുണ്ടാക്കി. എന്തെന്ന് ചോദിച്ചാൽ നമ്മളെ എന്താ പറയുക, ഓട്ടോമാറ്റിക് മോബ് ഫാർമിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങൾ. ഇവിടെ അയണ്, ഇവിടെ സ്റ്റിക്ക്, ഇവിടെ റെസ്റ്റോണ്, ഇവിടെ ആരോസ്, ഇവിടെ ബോണ്, ഇവിടെ റൊട്ടർ ഫ്രഷ്, ഇവിടെ ഗൺ പൗഡർ, സ്പൈഡർ ഐ, ഗ്ലോ സ്പൈഡർ, എന്താ പറയുക, സ്പ്രിങ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഗൈസ്, ഇവിടെ ഞാൻ ചെറിയൊരു ടെൻ്റ് കെട്ടി, എന്നുവെച്ചാൽ റൂമുണ്ടാക്കി. രാത്രിയൊക്കെ പാറി വരുന്നിടയിൽ ഇവിടെ വന്ന് അവിടെ കിടക്കാന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഗൈസ്, റൊട്ടർ ഫ്രഷത്തിനാണ് നിങ്ങളെല്ലാവരും കരുതുണ്ടാവും. അത് നമുക്ക് വില്ലേജസിന് ഇത് കൊടുക്കാം, എന്താ പറയുക, ട്രൈ ചെയ്യാൻ കൊടുക്കുക ഗൈസ്. ഇത് ഗൈസ് ആവലൊക്കെ വരല്ലോ, അങ്ങനെ കൊടുക്കാന്ന് കരുതിയാണ്ടാണ് നമ്മൾ ഇതാക്കിയത്. ഇത്രയും പ്രോഗ്രസ് ഒക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ലാഭം ഉണ്ടായിക്കാൻ ഇങ്ങനെ ചാടലാണ്. നമ്മൾ അത്രയും സെറ്റപ്പാണ്. പിന്നെ ഗൈസ്, ഞാൻ ചെറിയൊരു സെറ്റപ്പും കൂടി ചെയ്തു കാണിച്ചു തരാം. അതിന് കാണിച്ചു തരണമെങ്കിൽ ആദ്യം രണ്ട് കല്ലെടുക്കണം. 10 കല്ലെടുക്കുന്നുണ്ട് ഗൈസ്. ഷെൽക്കറിൽ 10 കല്ലിട്ടു. ഗൈസ്, കാണിച്ചു തരാം എന്താ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പാണ് ഒരു സെറ്റപ്പ്. ഇപ്പം നിങ്ങൾക്കും അറിയില്ലേ, ഒരു ഷൾക്കർ അൺലോഡറാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, ഇവിടെ അങ്ങനെ ഒന്ന് ഷൾക്കർ അൺലോഡ് ആയിക്കാണ്ട് നേരെ ഇതിക്കൊന്ന് ചാടാനുള്ളതാണ്. ചാടിയോ, ഗൈസ് കണ്ടോ, എഫിഷ്യൻസി വർക്കാവുണ്ട്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഷൾക്കർ അൺലോഡർ ട്യൂട്ടോറിയൽ നോക്കിയാണ്ടെന്നല്ല ഗൈസ് ഉണ്ടാക്കിയത്, സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ വേണമെങ്കിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഷൾക്കർ അൺലോഡർ ഉണ്ടാക്കേണ്ടതെന്ന്. വ്യത്യസ്ത 2 ഷൾക്കർ അൺലോഡേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ഉപയോഗിച്ചത് അതിലൊന്നാണ്. ഷൾക്കർ അൺലോഡറിൽ ഓട്ടോമാറ്റിക്കാണ് ഞാൻ ഉപയോഗിച്ചതിന് വേറെ പ്രത്യേകത ഉണ്ട്. അത്ര പെട്ടെന്ന് ഇതാവില്ല. ഇഷ്ടം പോലെ ഷൾക്കേഴ്സ് ഉണ്ടായാലല്ലേ അൺലോഡ് ചെയ്യുക. ഒരു ഷൾക്കർ ഉണ്ടായാലും മാത്രമുള്ളൂ അൺലോഡ് ചെയ്യുക. 2 ഷൾക്കറൊക്കെ ഉണ്ടാകുമ്പോൾ അൺലോഡ് ചെയ്യുന്ന സൈസല്ല നമ്മൾ ഉണ്ടാക്കിയത്. ഒരു ഷൾക്കർ അങ്ങനത്തെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. വേറൊരു കാര്യമുണ്ട്, നമുക്കിനി ഇവിടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ, എൻ്റെ കജ്ജത്തെ റോക്കറ്റ് ഉണ്ടോ, ആകെ ഈ ഒന്നെ ഉള്ളൂ. ഈ റോക്കറ്റും കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഒരു റോക്കറ്റ് ഫാക്ടറി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാവും. ഇതിലത്തെ ചെസ്റ്റിൽ നമ്മൾ എന്താ പറയുക, ഗൺ പൗഡറും ഇതിലത്തെ നമ്മൾ ഷുഗർ കെയിൻ ഇട്ടാൽ ഷുഗർ കെയിൻ നേരെ പോയിക്കാണ്ട് പേപ്പർ ആവണം. ഓട്ടോഗ്രാഫ്റ്ററിൽ പോയിക്കാണ്ട് അപ്പോൾ ഇത് എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മളെ ഈ ഗൺ പൗഡർ നേരെ വന്നാണ്ട് അടുത്ത ഓട്ടോഗ്രാഫ്റ്ററിൽ വരുമ്പോഴത്തേന് ഈ പേപ്പർ ആയിക്ക് വന്നാണ്ട് ഒരു ഫയർ റോക്കറ്റ് ഉണ്ടാകുന്ന ഒരു സൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ കരുതുന്നത്. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അത് ഞാൻ ക്രിയേറ്റീവിൽ ഉണ്ടാക്കി നോക്കി, നല്ല വലിപ്പമുണ്ട്. ഏറ്റവും നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, പ്ലെയിൻസ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാനാണ് പ്ലാന്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്.
നമ്മൾ ഈ ഫാർമെന്നില്ലേ നമ്മൾ പുതിയ ഓട്ടോമാറ്റിക്കൽ ഫാർമുകൾ ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കൽ സ്റ്റോറേജ് ഉണ്ടാക്കണോ അതോ ഞാൻ ഷൽക്കറിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ആ ചെസ്റ്റിൽ കൊണ്ടുപോയി വെക്കാനോ നല്ലത് നിങ്ങളുടെ അഭിപ്രായം പറയും. നമ്മൾ അതേമാതിരി ചെയ്യുന്നതാണ്. ഒരു ഓട്ടോമാറ്റിക്കൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഒരു ഓട്ടോമാറ്റിക്കൽ സോഫ്റ്റ്വെയർ. ഇവിടെ അങ്ങനെ ഉണ്ടാക്കും, ഒരു ഓട്ടോമാറ്റിക്കൽ സോഫ്റ്റ്വെയർ ഇവിടെ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാം. അങ്ങനെയാണ് നമ്മളെ പ്ലാന്. ഗൈസ് ഇവിടുത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളൊരു റോക്കറ്റ് ഫാക്ടറി ഉണ്ടാക്കുകയാണ്. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കണമല്ല, അതൊക്കെ ഞാൻ സ്വയം നോക്കി ഉണ്ടാക്കുന്നതാണ്. പിന്നെ വേറെ കാര്യമുണ്ട് ഗൈസ്, ഞാനിവിടെ ഒരു ചെറിയ ന്യൂ വില്ലേജ് ഉണ്ടാക്കാൻ കരുതിയിനി. പക്ഷെ ഞാൻ ഉണ്ടാക്കിയൊരു വില്ലേജ് പിന്നെ ഗൈസ് ഞാൻ കുറേ ചിന്തിച്ചപ്പോൾ മനസ്സിലായി അതിന് നമ്മക്കെത്തും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുകയാണ് നല്ലത്. എന്നുവെച്ചാൽ ഓരോ ആൾക്കും ഓരോ പീടിയ മാതിരി മാർക്കറ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓലെ മാക്സ് ആക്കിയാണ്ട് ഓലത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ കരുതിയാണ്ടാണ് ഉണ്ടാക്കാൻ കരുതുന്നത്. ഗൈസ് നിങ്ങളുടെ അഭിപ്രായം വേറെ വില്ലേജാണ് ഉണ്ടാക്കേണ്ടത് അതേമാതിരി മാർക്കറ്റാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനവിടെ ഒരു മൈനിങ് ഏരിയ ഒക്കെ ഉണ്ടാക്കിനി, ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.